ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് നേടിയ ഡി ഗുഹേഷിന്റെ കിരീടധാരണം ഇന്നാണ്. ഉച്ചതിരിഞ്ഞ് 3:30 മുതലാണ് ചാമ്പ്യൻ പട്ടം നൽകുന്ന ചടങ്ങ്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് വിവരങ്ങൾ നൽകും. അനിൽ, വലിയ അഭിനന്ദന പ്രവാഹം ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ഗുഹേഷിന് കിട്ടുന്നുണ്ട്. ഈ ചടങ്ങുകൾ എപ്പോഴാണ് തുടങ്ങുക? അതിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, 3:30 മുതലാണ് ഈ ചടങ്ങിന് തുടക്കമാകുന്നത്. സിംഗപ്പൂരിലെ റിസോർട്സ് വേൾഡ് സെന്റോസ ഹോട്ടലിൽ വെച്ചാണ് ചടങ്ങ് നടക്കുന്നത്. ഇതേ വേദിയിൽ വെച്ചായിരുന്നു മത്സരം നടന്നത്. ആവേശകരമായ 14 റൗണ്ട് പോരാട്ടത്തിനൊടുവിലാണ് നിലവിലെ ലോക ചാമ്പ്യൻ ഡിംഗ്ലിറിനെ അട്ടിമറിച്ചുകൊണ്ട് ഇന്ത്യയുടെ അഭിമാന താരം ഡി ഗുകേഷ് പുതിയ ലോക ചാമ്പ്യനായത്. ഇന്നലത്തെ മത്സരം ഒരു സമനിലയിലേക്കൊക്കെ പോകുമെന്ന് കരുതിയെടുത്തു നിന്നാണ് വളരെ അപ്രതീക്ഷിതമായി ഒരു ചാമ്പ്യനായി മാറുന്നത്. വെറും 18 വയസ്സുള്ള ഒരു താരം ലോകത്തെ ആകെ ഞെട്ടിച്ചു. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് നമ്മളടങ്ങുന്ന 142 കോടി ജനത. ഒപ്പം തന്നെ ലോകത്തെമ്പാടുമുള്ള ചെസ് ആരാധകരും അല്ലെങ്കിൽ മറ്റ് മുൻകാരങ്ങളൊക്കെ തന്നെ ഗുകേഷിനെ അഭിനന്ദനങ്ങൾ കൊണ്ട് പൊതിയുകയാണ്. ഇപ്പോൾ ആ ഒരു വലിയ കിരീട നേട്ടത്തിൻ്റെ ആഘോഷ ചടങ്ങാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഇന്ന് പുതിയ ലോക ചാമ്പ്യനുള്ള ട്രോഫി ഇല്ലെങ്കിൽ ഒരു ചാമ്പ്യൻ പട്ടം അതൊക്കെ തന്നെ ഇന്ന് നൽകുന്ന ചടങ്ങാണ് 3:30 തുടക്കമാകുന്നത്. ലളിതമായ ചടങ്ങ് തന്നെയാണ് ഉണ്ടാകുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും വിശ്വനാഥൻ ആനന്ദിന് ശേഷം ഇന്ത്യയിലേക്ക് മറ്റൊരു ലോക ചെസ് ചാമ്പ്യൻ ഉണ്ടാകുന്നു. 2013 അവസാനമായി വിശ്വനാഥൻ ആനന്ദിലൂടെ ഇന്ത്യയിലേക്ക് ആ ചെസ് ലോക ചാമ്പ്യൻ പട്ടം വന്നത്. അതിനുശേഷം ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ലോക ചെസ് ചാമ്പ്യൻ പട്ടം ഇന്ത്യയിലേക്ക് വരുന്നു. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ലോക ചെസ് ചാമ്പ്യനായി ആദ്യമായി വിശ്വനാഥൻ ആനന്ദ് ആയതിൻ്റെ 25ാം വർഷമാണ് എത്തി നിൽക്കുന്നത്. ആ വർഷത്തിലാണ് ഗുകേഷിൻ്റെ ആദ്യ കിരീട നേട്ടം എന്നുള്ള സന്തോഷം നൽകുന്ന മറ്റൊരു കാര്യം. എന്തായാലും ലോക ചെസ്സിൽ ഇന്ത്യയുടെ നാളുകളാണ് വരാൻ പോകുന്നത് എന്നുള്ള സൂചനയാണ് ഗുകേഷ് നൽകുന്നത്. സമീപകാലത്ത് ചെസ് ഒളിമ്പ്യാഡിൽ ഇന്ത്യയുടെ പുരുഷ വനിതാ ടീമുകൾ ജേതാക്കളായിരുന്നു ഡി ഗുകേഷിൻ്റെ ഒക്കെ തന്നെ മികവിൽ. അപ്പോൾ അതിന് പിന്നാലെ ഇപ്പോൾ മറ്റൊരു ചാമ്പ്യൻ പട്ടം. ഇനി 2026 അടുത്ത ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് നടക്കുക. അതിൽ നിലവിലെ ലോക ചാമ്പ്യൻ എന്ന തരത്തിൽ ഒരു വശത്ത് ഡി ഗുകേഷാണ് ഉണ്ടാവുക. മറ്റാരെ എന്നുള്ളത് അടുത്ത കാൻഡിഡേറ്റ്സ് ചെസ് ഒക്കെ തന്നെ വരേണ്ടിയിരിക്കുന്നു. അതൊരു പക്ഷേ പ്രജ്ഞാനന്ദ അടക്കമുള്ള വലിയ താരങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള താരങ്ങളുണ്ട്. അവർക്കും മത്സരിക്കാനുള്ള അവസരമുണ്ട്. ഒരു ഇന്ത്യ വേഴ്സസ് ഇന്ത്യ മത്സരം തന്നെ ആവട്ടെ അടുത്ത എഡിഷനിൽ എന്നും നമ്മൾ പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നു. എന്തായാലും വലിയ ആ ഗുകേഷിൻ്റെ നേട്ടം, ഗുകേഷിൻ്റെ കയ്യിൽ ആ ട്രോഫി എത്തുന്ന നിമിഷത്തിനായുള്ള കാത്തിരിപ്പിലാണ്. 3:30 ഈ ചടങ്ങിന് തുടക്കമാവുക. വിജയകുമാർ. യെസ്, ഉച്ചതിരിഞ്ഞ് 3:30 മുതൽ ആ ചാമ്പ്യൻ പട്ടം നൽകുന്ന ആ ചടങ്ങ് കാണാൻ കഴിയും. അതിൻ്റെ വിവരങ്ങളാണ് അനിൽ നൽകിയത്. അപ്പോൾ കിരീടധാരണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തായാലും ആ നിമിഷത്തിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്.